ഇന്നൊരു അത്ഭുത സൂറത്തിനെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഈ സൂറത്തിൻ്റെ മഹത്വങ്ങളും നേട്ടങ്ങളും മനസ്സിലാക്കിയ ഒരാളും ഇതിനൊഴിവാക്കുകയില്ല. ജീവിതത്തിൽ പകർത്തി അവൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അവൻ തയ്യാറാകുമെന്നുള്ളതാണ്. അത്രമേൽ പവിത്രതയും മഹത്വവുമുള്ള ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന ഹൈറും ഷെറും എന്താണെന്ന് നമുക്കറിയുന്നില്ല. ഒരു കച്ചവടം തുടങ്ങുന്നു, ഒരു ബിസിനസ് ആരംഭിക്കുന്നു, ഒരു യാത്ര പുറപ്പെടുന്നു, അത് നമുക്ക് ഷെറാണോ ഹൈറാണോ എന്നറിയുന്നില്ല. അതറിയാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് ഒരു നിശ്ചിത എണ്ണം പാരായണം ചെയ്ത് അത് പ്രത്യേകമായിട്ട് എഴുതിയിട്ട് നാം കിടന്നുറങ്ങുന്നതിൻ്റെ തലയിണയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങിയാൽ സ്വപ്നത്തിൽ അതിൻ്റെ ഹൈറും ഷെറും ഏതാണെന്ന് നമുക്ക് സ്വന്തം തന്നെ ബോധ്യമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ആ ശത്രുക്കളുടെ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ശത്രുക്കൾ വല്ലാതെ അപകടപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സൂറത്ത് അവരെ മനസ്സിൽ കരുതിയിട്ട് ആത്മാർത്ഥമായിട്ട് ഈ പറയുന്ന രൂപത്തിൽ പാരായണം ചെയ്താൽ ശത്രുവിൻ്റെ ആശയങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ ചതികളും വഞ്ചനകളും എല്ലാം ധൂളികളായി പോകും. അവന് നമുക്കെതിരെ നാക്ക് ഉയർത്താൻ പോലും സാധിക്കില്ല. അത്രമേൽ പവർഫുള്ളായിട്ടുള്ള സൂറത്താണിത്. സംസാരം തെളിയാത്ത മക്കളുണ്ട്, വിക്കുള്ളവർ, സ്ഫുടമില്ലാത്തവർ, ഇങ്ങനെ സംസാരം കൃത്യമായി സംസാരിക്കാൻ കഴിയാത്ത, ജന്മനാ സംസാരിക്കാത്ത ആളുകൾക്കൊക്കെ അവർക്കൊക്കെ ഈ സൂറത്ത് കൊണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു അമലുണ്ട്. എക്സാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന SSLC, +2, PSC തുടങ്ങിയ പബ്ലിക് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതിയിട്ട് ഒരു നിശ്ചിത തവണ ഓതി ഇത് കയ്യിൽ ചുമന്നുകൊണ്ട് നടന്ന് എക്സാം എഴുതുകയാണെങ്കിൽ അതിൽ മിന്നും വിജയം അവനക്ക് നേടാൻ സാധിക്കും. സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ദമ്പതികളുണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം. മക്കളില്ലാത്തവർക്ക് ഈ സൂറത്ത് കൊണ്ട് ചെയ്യാവുന്ന 7 ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുന്ന വളരെ പവിത്രമേറിയ ഒരു അമലുണ്ട്. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ട് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി ഒരുപാട് ആളുകൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന നമ്മുടെ ദർസിലേക്ക് ഇൻഷാ അല്ലാഹ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് 7ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അത് വളരെ നേരത്തെ തന്നെ നമ്മൾ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല റാഹത്തും ഇസ്സത്തും സമാധാനവും ഒക്കെ നൽകട്ടെ. കുറേ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്ക് നമ്മൾ സമയം പോലെ റീപ്ലൈ കൊടുക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് വളരെ നേരത്തെ തന്നെ നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കളെ സാവധാനത്തിൽ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ചേർക്കാം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. അവർ ആ സമയത്തൊന്നും ചിലപ്പോൾ ദർസിലേക്ക് വരാൻ കൂട്ടാക്കില്ല. നമ്മുടെ മക്കൾ ദീന് പഠിച്ച മക്കളാകുമ്പോഴാണ് നമുക്ക് ഉപകരിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറയിലേക്കും നിരവധി ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവർക്ക് അതിലേക്ക് സഹായിക്കുക. ഒരു 50 പേർക്കോ 20 പേർക്കോ 10 പേർക്കോ ഒക്കെ ഏറ്റെടുക്കാൻ കഴിയുന്നവർ ഏറ്റെടുത്തിട്ട് അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് വലിയ സന്തോഷമാകും. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകട്ടെ. ഈ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന സൂറത്ത് എനിക്കും നിങ്ങൾക്കൊക്കെ സുപരിചിതമായ, നമ്മളെപ്പോഴും ഓതാറുള്ള, വളരെ ശ്രേഷ്ഠമേറിയ, വിശുദ്ധ ഖുർആനിൽ നാം എപ്പോഴും ഓതാറുള്ള, ഇത് കാണാതെ അറിയാത്ത ഒരാളുണ്ടാവില്ല, ആ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയും. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സൂറത്തുൽ ഇഖ്ലാസിന് എത്ര പേരുകളുണ്ടെന്നറിയോ? സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഒരു കാര്യത്തിന് നിരവധി പേരുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെ ആ കാര്യത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നത്. അത്രയും പേരുകൾ അതിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്നു എന്നുള്ളതാണ്. സൂറത്തുൽ ഇഖ്ലാസിന് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സംശുദ്ധം എന്നൊക്കെയാണല്ലോ അതിൻ്റെ അർത്ഥം. ഒരു പേര് അങ്ങനെയായി. നമുക്കറിയാവുന്ന പേര് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സൂറത്തു തഫ്രീദ് എന്ന പേരുണ്ട്, ഏകത്വത്തിൻ്റെ അധ്യായം എന്നുള്ളത്. സൂറത്തു തജ്രീദ് എന്ന് പേരുണ്ട്. സൂറത്തു തൗഹീദ് എന്ന് പേരുണ്ട്.
സൂറത്തുൻ നജാത്ത് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുകൾ കാണാം. തഫ്രീദ് എന്ന് പറഞ്ഞ ഏകത്വത്തിൻ്റെ അധ്യായം, തജ്രീദ് എന്ന് പറഞ്ഞ തനിമയുടെ അധ്യായം, തൗഹീദ് എന്ന് പറഞ്ഞ തൗഹീദിൻ്റെ അധ്യായം, സൂറത്തുൻ നജാത്ത് മോചന വിജയാധ്യായം, സൂറത്തു വിലായത്ത് വിലായത്തിൻ്റെ അധ്യായം, സൂറത്തുൽ നിസ്ബത്ത്, സൂറത്തുൽ മാരിഫ്, സൂറത്തുൽ ജമാൽ, സൂറത്തുൽ മുഷൗഷഖത്ത്, സൂറത്തുൽ മുഅവ്വദത്ത്, സൂറത്തു സമദ്, സൂറത്തു അസ, സൂറത്തുൽ മാനിഅ, സൂറത്തുൽ മഹ്ലത്ത്, സൂറത്തുൽ മുംഫിറ, സൂറത്തുൽ ബറാഅ, സൂറത്തുൽ മുദ്കിറ, സൂറത്തുൽ നൂർ, സൂറത്തുൽ അമാൻ. ഇങ്ങനെ നിരവധി പേരുകൾ ഈ സൂറത്തിനുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന പേര് സൂറത്തുൽ ഇഖ്ലാസാണ്. നിങ്ങൾക്കിതിൽ വേറെയും പല പേരുകളൊക്കെ അറിയാവും. ഏകദേശം 2-3 പേരുകളൊക്കെ അറിയാവുന്നതേ ഉണ്ടാവുള്ളൂ. ഇത്രയും പേരുകൾ ഇതിനുണ്ടെന്ന് അറിയില്ല. നിങ്ങൾക്കിതിൽ എത്ര പേരുകൾ അറിയാം എന്നുള്ളത് എഴുതി അറിയിക്കൂ ഇൻഷാ അള്ളാ. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് അത് വളരെ പവിത്രമേറിയ സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നല്ലൊരു അർത്ഥമുള്ള അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സൂചിപ്പിക്കുന്ന സൂറത്താണ്. ഈ സൂറത്ത് അത്ഭുതങ്ങളുടെ കലവറയാണ് പ്രിയമുള്ളവരെ. സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചവൻ അള്ളാഹുവിനെ സ്നേഹിച്ചവനാണ്. ഇഖ്ലാസ് സൂറത്ത് ഒരു തവണ ഓതുന്നവന് ഖുർആനിൻ്റെ 1/3 ഓതിയ പ്രതിഫലമാണ് ലഭിക്കുക. അതുപോലെ രക്തസാക്ഷിയുടെ പ്രതിഫലവും അവന് ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആനിലെ 112ാമത്തെ സൂറത്താണ്. ഇതിൽ നിരവധി അമലുകൾ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സൂറത്ത് 1000 പ്രാവശ്യം നിത്യവും ഓതുന്നവന് അള്ളാഹുവിൻ്റെ കാവലിലാണ്, അവൻ്റെ സുരക്ഷിതത്വത്തിലാണ്. അവനെ ആർക്കും ആക്രമിക്കാനോ അവനാർക്കും ശല്യപ്പെടുത്താനോ അവനൊന്നും ചെയ്യാനോ സാധിക്കുകയില്ല. അള്ളാഹു നമുക്ക് ഈ സൂറത്ത് ഓതാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്തുൽ ഇഖ്ലാസിനെ ശുദ്ധമായ കിണർ വെള്ളത്തിൽ, സംസം വെള്ളത്തിൽ ഏതിലെങ്കിലും ഒന്നിൽ ഊതി രോഗികളെ കുടിപ്പിച്ചാൽ രോഗം അള്ളാഹു ഷിഫയാക്കും. നിങ്ങളിത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നിസ്സാരമായിട്ട് എടുക്കേണ്ടതല്ല. ഇതുപോലെ തന്നെ കൃത്യമായിട്ട് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ. അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ സൂറത്തിനെ ഒറ്റ അക്ഷരമാക്കിയിട്ട് ഒറ്റ അക്ഷരത്തിൽ എഴുതി നമ്മുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയ, ചാടിപ്പോയ, ഒളിച്ചോടിപ്പോയവരെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവരുടെ പേരും അവരുടെ ഉമ്മയുടെ പേരും ചേർത്ത് എഴുതിയിട്ട് അത് വാതിൽപ്പടിയിൽ സ്ഥാപിച്ചാൽ പുറപ്പെട്ടു പോയവൻ, ഒളിച്ചോടിപ്പോയവൻ മടങ്ങി വരും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കളഞ്ഞുപോയ വസ്തു തിരിച്ചു ലഭിക്കാനുള്ള ഒരു നല്ലൊരു അമലുണ്ട്. നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പനിയുള്ള ആൾക്ക് ഈ സൂറത്തിനെ ഓതിയിട്ട് ഊതുകയും അത് വെള്ളത്തിൽ ഊതി കുടിക്കുകയും ചെയ്താൽ പനിയുടെ ചൂട് അല്ലാഹു മാറ്റിക്കൊടുക്കും. ഇവിടെ ഞാൻ ഈ അമലുകളൊക്കെ പറയുമ്പോൾ ഇത് നമ്മൾ കേൾക്കണല്ലേ, കേൾക്കുമ്പോൾ ഇത് മറന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ അമലുകളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. നിങ്ങളൊക്കെ ഓരോ വീട്ടിലെ ഉപ്പമാരും ഉമ്മമാർ പ്രായമുള്ളവരായിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിലും ഇതൊക്കെ കൃത്യമായി എഴുതി വെക്കുമ്പോൾ ഈ ചെറിയ മക്കളും ഇവരൊക്കെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മളോട് വന്നിട്ടാണ് പറയുക അല്ലേ. അപ്പോൾ നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അവർക്കൊരു ആത്മീയ പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മളൊരു ഡയറിയിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. മോന് പനിയായിട്ട് വരുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുക. ചെറിയ പേരക്കുട്ടികളൊക്കെ പനിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ നല്ല ശുദ്ധമായ ജലം കൊണ്ടുവന്ന് അതിൽ ഇതേപോലെ ഊതിയിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കൊടുക്കൂ. ബിസ്മിക്കും വലിയ മഹത്വമില്ലേ, നല്ല ഫലം ലഭിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഫലം ലഭിക്കുന്ന വളരെ പവിത്രമേറിയ സൂറത്തല്ലേ. ഇതിനെ ഒറ്റക്ഷരമാക്കിയിട്ട് എഴുതിയിട്ട് മാനസിക നില തെറ്റിയ, മാനസിക വിഭ്രാന്തിയുള്ള, മാനസിക രോഗികളായിട്ടുള്ള ആളുകളുടെ അവരുടെ കഴുത്തിൽ കെട്ടുകയും അത് ഓതിയിട്ട് ശരീരത്തിൽ ഊതുകയും തലയിൽ തേക്കുന്ന എണ്ണയിൽ ഊതി തലയിൽ തേക്കുകയും ചെയ്താൽ, കുറച്ച് ദിവസം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുത ഫലം കാണാൻ സാധിക്കും. ആ മാനസികമായിട്ടുള്ള വിഭ്രാന്തി, ആ മാനസികമായ രോഗം, ഇതൊക്കെ ഈ ഖുർആനിൻ്റെ ഈ ഒരു സൂറത്തിൻ്റെ മഹത്വം കൊണ്ട് ഷിഫയാകാൻ കാരണമാകും എന്നുള്ളതാണ്. ഈ ജിന്നിൻ്റെ ശൈത്വാനീയത്തിൻ്റെ ഉപദ്രവമുള്ള ആളുകൾക്ക് ഇതിനെ ഊതി ആ വെള്ളം മുഖത്ത് തെളിയിച്ചു കൊടുത്താൽ വലിയ രക്ഷ ലഭിക്കും. നമ്മളൊക്കെ പലപ്പോഴും അനുഭവിച്ചതാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്, ഫീൽ ചെയ്താണ് അതൊക്കെ. പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഇളകി നിൽക്കുന്ന ആളുകളിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ ചില സൂറത്തുൽ ഇഖ്ലാസും അതേപോലെയുള്ള ചില പ്രധാനപ്പെട്ടതൊക്കെ ഓതിയിട്ട് നമ്മൾ വെള്ളം തെളിച്ചു കൊടുക്കുമ്പോൾ നല്ല ഫലം ലഭിക്കും. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് കൂടുതൽ പണിയൊന്നുമില്ലല്ലോ.
ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക, ഈ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി വെക്കുക, ഇതുകൊണ്ട് ഫലം ലഭിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ കരുത്തുണ്ടാവുക. അതിന് നമ്മളിത് ആത്മാർത്ഥമായി ചെയ്തു നോക്കുക, നല്ല ഫലം അത് കാരണമായിട്ട് ലഭിക്കും. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അത് ഹൈറാണോ ഷെറാണോ എന്നറിയണം. നമ്മളിപ്പോൾ കച്ചവടം തുടങ്ങുകയാണ്, നമ്മുടെ മോൻ്റെ വിദേശ യാത്ര ഉണ്ട്, മോനൊരു കോഴ്സ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്, മോളുടെ വിവാഹാലോചന വരുന്നുണ്ട്, ഇങ്ങനെ നല്ലോണം അടുത്ത് വരുന്നുണ്ട്, അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ ദുരൂഹത തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ ചതിയിലും വഞ്ചനയിലൊന്നും പെടരുത്. അത് ഹൈറാണോ ഷെറാണോ നമുക്ക് വളരെ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ നേട്ടമുണ്ട്. അപ്പോൾ നമുക്ക് വളരെ നേരത്തെ തന്നെ അതറിയാനുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ ഒറ്റ ഹർഫാക്കിയിട്ട് ഇത് 101 പ്രാവശ്യം ഇത് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതിയിട്ട് ഒറ്റ തവണ എഴുതിയാൽ മതി. എന്നിട്ട് 101 പ്രാവശ്യം അത് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അത് പാരായണം ചെയ്തിട്ട് നമ്മൾ ഉറങ്ങുന്ന തലയണയുടെ അടിയിൽ വെച്ചുറങ്ങിയാൽ സ്വപ്നത്തിൽ അതിൻ്റെ ഖൈറും ഷെറും നമുക്ക് വെളിവാകുന്ന രൂപത്തിലേക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളിത് ചെയ്തു നോക്കൂ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചെയ്തു നോക്കൂ, നല്ല ഫലം ലഭിക്കും. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരാളോടും പറയാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു അമലാണ് അതല്ലേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല തലവേദനയുള്ള ആളുകളുണ്ട്, ശക്തമായ തലവേദന, വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലാണ് പലർക്കും തലവേദന. ചിലപ്പോൾ 2 സൈഡിലും തലവേദന ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഭാഗത്ത് തലവേദന ഉണ്ടാവും, ചിലപ്പോൾ ഒരു യാത്ര ചെയ്താൽ മതി, വെയിലും ഉണ്ടാൽ മതി, വിശപ്പുണ്ടായാൽ മതി, ഒരു ചെറിയ യാത്ര പോയാൽ തന്നെ തലവേദനയുള്ളവരുണ്ട്, ഉറക്കമൊഴിച്ച തലവേദനയുള്ളവരുണ്ട്, വെളിച്ചത്തേക്ക് നോക്കിയ തലവേദനയുള്ളവരുണ്ട്. ഓരോരുത്തർക്കും എപ്പോഴാണ് തലവേദന വരിക എന്ന് പറയാൻ പറ്റില്ല. തലവേദന വന്നാലോ പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല, ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അത്തരം തലവേദനകളൊക്കെ കൊണ്ട്, മൈഗ്രെയിൻ പോലെയുള്ള തലവേദന കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തലവേദനയുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു അമലാണ് ഇത്. എഴുതിയിട്ട് തലയിൽ കെട്ടുകയും തലയിൽ തേക്കുന്ന എണ്ണയിൽ അത് ഊതി തലയിൽ വെച്ചാൽ തലവേദനയിൽ നിന്ന് അള്ളാഹു വലിയ രക്ഷ നൽകി. ഇതൊരു ഒരു തവണ ഒന്നും ചെയ്താൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തു നോക്കുക, നല്ല മാറ്റമുണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു അത്തരം തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് വലിയ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹബത്താണ് എല്ലായിടത്തും പ്രശ്നം. സ്നേഹമില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നൊരു പ്രതിസന്ധിയും പ്രയാസം. മക്കൾക്ക് മാതാപിതാക്കളോട് മക്കൾക്ക് സ്നേഹമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല, ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല. ഇങ്ങനെ സ്നേഹം നഷ്ടപ്പെട്ട ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അനർഹരായ ആളുകൾക്കാണ് പലപ്പോഴും സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സ്നേഹമില്ലാത്ത ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അമലാണ് നമ്മൾ പറയുന്നത്. നല്ല മഹബത്ത് ഉണ്ടാകാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? പരസ്പരം സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് യാ അവ്വലു യാ ആഖിറു എന്ന് 100 പ്രാവശ്യം ചൊല്ലുക. സ്വലാത്തൊരു 100 പ്രാവശ്യം ചൊല്ലുക. അപ്പോൾ യാ അവ്വലു യാ ആഖിറു സ്വലാത്ത് 100 പ്രാവശ്യം ഇത് ചൊല്ലുക. അല്ലാഹു സ്വമദ് എന്നുള്ളത് എത്ര തവണ ചൊല്ലണം? 1001 പ്രാവശ്യം അല്ലാഹു സ്വമദ് എന്നുള്ളത് ചൊല്ലണം. ശേഷം വീണ്ടും യാ അവ്വലു യാ ആഖിറു എന്ന് ചൊല്ലുക. സ്വലാത്ത് വീണ്ടും ചൊല്ലുക 100 തവണ. എന്നിട്ടത് നല്ല മധുര പലഹാരങ്ങളിൽ ഊതിയിട്ട് അത് കഴിക്കാൻ വേണ്ടി കൊടുക്കുക. ആരുടെ അടുത്തു നിന്നാണോ സ്നേഹം ലഭിക്കേണ്ടത് അവർക്കത് കഴിക്കാൻ വേണ്ടി കൊടുക്കുക. അങ്ങനെ കഴിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം ഊതിയിട്ട് കഴിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആരിൽ നിന്നാണോ സ്നേഹം ലഭിക്കേണ്ടത് അവരിൽ നിന്ന് നല്ല സ്നേഹം ലഭിക്കാൻ കാരണമാകും, നല്ല മഹബത്ത് ഉണ്ടാവാൻ കാരണമാകും. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് 101 തവണ വീതം മുടങ്ങാതെ ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ അത് കുറച്ചും കൂടെ ഫലത്തിലേക്ക് അടുത്തുപോയി എന്നുള്ളതാണ്. മക്കൾക്ക് സ്നേഹമില്ല എന്ന് പറയുന്നവരുണ്ട്. എൻ്റെ മോൻ എന്നെ തീരെ അനുസരിക്കുന്നില്ല, ഞാൻ പറഞ്ഞാലോ എനിക്കൊന്നും കാര്യമില്ല, ഓൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാലോ അവൻ കേൾക്കുള്ളൂ, ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. നമ്മളിവിടെ എഴുതി കാണിക്കാൻ പറ്റിയിട്ടില്ല. യാ അവ്വലു യാ ആഖിറു എന്ന് പറഞ്ഞാണ് ഒന്ന്, പിന്നെ സ്വലാത്ത് 100 തവണയാണ്, പിന്നെ മധുരപലഹാരത്തിൽ അത് ഊതിയിട്ട് കൊടുക്കാനാണ്, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതി തീരാൻ വളരെ പെട്ടെന്ന് തീരും, വളരെ ചെറിയ സൂറത്താണ് അല്ലേ. അതങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. 1001 പ്രാവശ്യം നമ്മോട് ശത്രുത പുലർത്തുന്ന, നമ്മോട് വഴക്കിട്ട് കൊണ്ടിരിക്കുന്ന, നമ്മെ ഒരിക്കലും സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കാത്ത അയൽവാസികളാവട്ടെ, കുടുംബങ്ങളാവട്ടെ, ബന്ധക്കാരാവട്ടെ, ആരാണെങ്കിലും അവരെ മനസ്സിൽ കരുതിയിട്ട് 1001 തവണ വളരെ ആത്മാർത്ഥമായിട്ട് അവരുടെ ഷെറിൽ നിന്ന്, അവരുടെ ശത്രുതയിൽ നിന്ന്, അവരുടെ വഞ്ചനയിൽ നിന്ന്, ചതിയിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന നിയ്യത്തോടുകൂടെ
വളരെ ആത്മാർത്ഥമായിട്ട് 1001 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് അവരെ മനസ്സിൽ കരുതിയിട്ട് ആത്മാർത്ഥമായി ഓതിക്കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മോട് വഴക്കിന് വരില്ല, നമ്മോട് ശത്രുത പുലർത്തില്ല, നമുക്കെതിരെ അവരുടെ നാക്കുകൾ ഉയരില്ല, അവരുടെ കരങ്ങൾ ഉയരില്ല, അവർ നിശ്ചലമായി പോകാൻ കാരണമാകും. ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നുള്ളൂ. നല്ല ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ഇതുകൊണ്ട് ദുരുപയോഗം ചെയ്യാതെ മനസ്സറിഞ്ഞ് ചെയ്താൽ നല്ല ഫലം അത് കാരണമായിട്ടുണ്ടാകും. ഈ സംസാരം തെളിയാത്ത മക്കളുണ്ട്, വിക്കുള്ളവർ, സ്പീച്ച് തെറാപ്പിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് സംസാരം തെളിയാത്തതിൻ്റെ പേരിൽ. അതേപോലെ തന്നെ ജന്മനാ സംസാരിക്കാത്തവർ, ചില അക്ഷരങ്ങൾ മാത്രം വ്യക്തതയില്ലാത്ത ആളുകൾ, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ അവരുടെ സംസാര സ്ഫുടത ലഭിക്കാനും നല്ല സ്ഫുടമായി സംസാരിക്കാനും വിക്കൊഴിവായി കിട്ടാനും ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് അത് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതിയിട്ട് അത് ഈ തേനും വയമ്പും ചേർത്ത് കൊടുത്താൽ സംസാരം അത് വ്യക്തമാകും, തെളിഞ്ഞു വരും, സ്ഫുടമായി സംസാരിക്കും. ബിഇദ്നില്ലാഹി തആല. അള്ളാഹു എല്ലാവർക്കും നല്ല സംസാരശേഷിയും നല്ല സ്ഫുടമായി സംസാരിക്കാനുള്ള കഴിവും. വാക്ക് മൂർച്ചയുള്ളതാണ് വാളിനേക്കാൾ, വാക്കൊതുക്കുന്നവൻ ഊക്കൻ എന്നുമാണ്. അപ്പോൾ മൂർച്ചയുള്ള ആയുധമായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ് വാക്ക്. ആ വാക്ക് കൃത്യമായി പ്രയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മെ അവോയ്ഡ് ചെയ്യപ്പെടും. ആരും പരിഗണിക്കപ്പെടാതെ നാം അവഗണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ഈ നാക്കത്രയും മൂർച്ചയുള്ളതാകേണ്ട ചില സന്ദർഭങ്ങളൊക്കെയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ കൃത്യമായി നമുക്ക് സംസാരിക്കാൻ കഴിയണം. അള്ളാഹു സംസാരശേഷിയില്ലാത്ത വിക്കുള്ള എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ആജിലായ കാമിലായി ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് എഴുതിയിട്ട് അത് കൈവശം സൂക്ഷിക്കുകയും 1011 പ്രാവശ്യം ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും, റിസ്ഖ് വർദ്ധിക്കും, അവൻ്റെ മഈഷത്തിനുള്ള വക അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസിനെ ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതി അതിൽ നോക്കിക്കൊണ്ട് അതിനിങ്ങനെ ഓതിക്കൊണ്ടേയിരുന്നാൽ സകല വേദനകളും ശമനം കാണുന്നില്ല. നമുക്കിപ്പോൾ നെഞ്ചുവേദന വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ശക്തമായി വേദനയുണ്ട്. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് എഴുതിയത് നമ്മൾ തന്നെ നമ്മുടെ കൈപ്പടം കൊണ്ട് എഴുതുക, ശുദ്ധമായിട്ട് സൂക്ഷിക്കണം, വിശുദ്ധ ഖുർആനാണല്ലോ. അങ്ങനെ എഴുതിയിട്ട് ആ എഴുതിയതിൽ ഇങ്ങനെ നോക്കിയിട്ട് ഓതിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഓതിക്കൊണ്ടേയിരുന്നാൽ വേദന മാറിക്കിട്ടാൻ കാരണമാകുന്നതാണ്. അല്ലാഹു നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും ആജിലായ കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലേ, SSLC, +2, ഡിഗ്രി, PG, PhD തുടങ്ങിയ വലിയ വലിയ നെറ്റ്, സെറ്റ്, നീറ്റ്, ഇങ്ങനെ എൻട്രൻസ് എക്സാമുകൾ ഉൾപ്പെടെ PSC, ഇങ്ങനെ ഒരുപാട് മത്സര പരീക്ഷകൾ, കോമ്പറ്റിറ്റീവ് എക്സാമുകൾ ഉൾപ്പെടെ പബ്ലിക് എക്സാമുകൾ ഉൾപ്പെടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്, ഉദ്യോഗാർത്ഥികളുണ്ട്, നല്ല ജോബിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അവരുടെ കോമ്പറ്റിറ്റീവ് എക്സാം, മത്സര പരീക്ഷകളിലൊക്കെ നല്ല വിജയം ലഭിക്കാൻ ഈ സൂറത്തിനെ ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതിയിട്ട് 313 പ്രാവശ്യം ഓതി അതിലൂതിയിട്ട് അത് കൈവശം വെച്ച് കൊണ്ടുപോയാൽ അത്ഭുത ഫലം കാണും. നല്ല വിജയം ലഭിക്കും, മിന്നുന്ന വിജയമുണ്ടാകും, അവന് ടോപ്പറാകാൻ പറ്റും, നല്ല വിൻ ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മളാരെങ്കിലും ചെയ്തു കൊടുക്കുക, മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുക, ഇത് കയ്യിൽ വെച്ച് നടക്കാൻ പറയുക, വൃത്തിയോടെ സൂക്ഷിക്കാൻ പറയുക, ബാത്റൂമിൽ കൊണ്ടുപോകരുതെന്ന് പറയുക, അതോട് കൂടെ സൂക്ഷിക്കാൻ പറയുക. നമ്മുടെ മക്കൾ ആ ഖുർആനിൻ്റെ അവർ പഠിക്കും വേണം, പഠിക്കുന്നതിനോട് കൂടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പഠിച്ചതൊക്കെ നല്ല ഓർമ്മയിൽ നിൽക്കാനൊക്കെ കാരണമാകുന്നതാണ്. അള്ളാഹു നമ്മുടെ മക്കൾ എഴുതുന്ന എല്ലാ എക്സാമുകളിലും വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഒറ്റ ഹർഫായിട്ട് എഴുതിയിട്ട് അതിൻ്റെ എണ്ണം നോക്കാതെ ഒരുപാട് തവണ ഇങ്ങനെ ഊതി അത് കൈവശം വെച്ചുകൊണ്ട് നടന്നാൽ ശത്രുക്കളെ തൊട്ടുള്ള എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും, വഞ്ചനകളിൽ നിന്നും, ചതികളിൽ നിന്നും, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്കൊക്കെ വലിയ ഹിഫ്ള് ലഭിക്കട്ടെ, നൽകട്ടെ. അള്ളാഹു നമ്മെ സംരക്ഷിച്ചാൽ പിന്നെ ഒരാൾക്കും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയില്ല. എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തും പരാജയപ്പെടുത്താൻ കഴിയില്ല. സൂറത്തുൽ ഇഖ്ലാസ് അത്രമേൽ മഹത്വമേറിയതാണ്. മുറുകെ പിടിച്ചോ സൂറത്തുൽ ഇഖ്ലാസ്.
നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാത്ത ദിവസങ്ങളില്ല. ഫാത്തിഹ ഓതും മരണപ്പെട്ട വീട്ടിൽ പോയാൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്യും. എൻ്റെ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്യും കാരണം സൂറത്തുൽ ഇഖ്ലാസ് 1 തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആനിൻ്റെ 1/3 ഭാഗം പാരായണം ചെയ്തു. സൂറത്തുൽ ഇഖ്ലാസ് 2 തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആനിൻ്റെ 2/3 ഭാഗം പാരായണം ചെയ്തു. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആനിൻ്റെ 3/3 ഭാഗവും പാരായണം ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ എവിടെ ദുആ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഒരു ഫാത്തിഹ വിളിക്കും. ഫാത്തിഹ വിളിച്ചതിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്യും. അപ്പോൾ ഫാത്തിഹ ഓതി പിന്നെ ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ പ്രതിഫലം ലഭിച്ചു. പിന്നെ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും, അത് വലിയ കാവലാണ്. 2 മുഅവ്വിദത്തൈൻ എന്നാണല്ലോ അതിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ ആ 2 സൂറത്തുകൾ ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വലിയ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഫാത്തിഹ അത്രമേൽ ശ്രേഷ്ഠതയുള്ളതാണ്. വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തു. പിന്നെ നമ്മളൊരു കടയുടെ ഉദ്ഘാടനത്തിനാണ് ചെയ്യുന്നതെങ്കിൽ ആ കടക്ക് വലിയ കാവലാണ്. അതങ്ങനെ അതുകൊണ്ട് നല്ല ബറക്കത്തോടു കൂടെ തുടങ്ങണം എന്ന് പറയും. ഇന്ന് കാലം മാറി. ഇന്ന് വലിയ സെലിബ്രിറ്റികളെയൊക്കെ കൊണ്ടുവന്ന് ഹറാമായ രൂപത്തിൽ മ്യൂസിക്കും അതേപോലെയുള്ള അശ്ലീലതകളൊക്കെ കാണിച്ച് എന്തെല്ലോ പേക്കുത്തുകൾ കാട്ടി ഉദ്ഘാടനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബറക്കത്ത് നഷ്ടപ്പെടുന്നു. നമ്മളങ്ങനൊന്നും ചെയ്യരുത്. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എല്ലാം വലിയ ബറക്കത്തോടു കൂടെ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മിൻ ചൊല്ലിയിട്ട് സ്വാലിഹീങ്ങളായ ആളുകളെ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കച്ചവടത്തിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവും. അള്ളാഹു വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസിനെ ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതിയിട്ട് അതിൽ 1000 പ്രാവശ്യം ഓതി അത് കൈവശം സൂക്ഷിച്ചാൽ അവൻ്റെ മതിപ്പ് ഉയരും എന്നുള്ളതാണ്. അവന് വലിയ വാല്യൂ ഉണ്ടാവും മറ്റുള്ളവരുടെ ഇടയിൽ. അതേപോലെ തന്നെ ഈ സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് പറഞ്ഞാൽ തീരാത്ത അത്രമേൽ മഹത്വങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് നമുക്ക് പറയാനുണ്ട്. ഈ മാനിൻ്റെ തോലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലെഴുതിയിട്ട് കൈവശം വെച്ചാൽ സകല ആഫത്ത് മുസീബത്തുകളിൽ നിന്നും അവന് വലിയ രക്ഷ ലഭിക്കും. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾ, വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, പല തടസ്സങ്ങളും അതിന് പറയും. ഓവുലേഷൻ നടക്കുന്നില്ല, കൗണ്ട് കുറവാണ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് IVF ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി മക്കളെ കിട്ടാത്ത ആളുകൾ, ഇത്തരം ആളുകൾക്കൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു അമലാണ് പറയാൻ പോകുന്നത്. ആ മക്കളില്ലാത്ത ദമ്പതികൾ ഇതിനെ ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതിയിട്ട് അത് കെട്ടുക. 1111 പ്രാവശ്യം വീതം തുടർച്ചയായി 41 ദിവസം അത് ചെയ്യുകയും വേണം. പിന്നെ 311 പ്രാവശ്യം നാഗപ്പൂവ് വറുത്തു പൊടിച്ച് ഹൈള് തുടങ്ങിയിട്ട് ഒരു 7 ദിവസം അത് അവർ കഴിക്കുകയും സഹോദരിമാർ കഴിക്കുകയും ചെയ്താൽ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് കാരണമായിട്ട് ഈ ഒരു സൂറത്തുൽ ഇഖ്ലാസിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് വലിയ സന്തോഷം അവർക്ക് ലഭിക്കും. മക്കളില്ലാത്ത പ്രയാസം നീങ്ങിയിട്ട് നല്ല സ്വാലിഹീങ്ങളായ മക്കൾ ലഭിക്കാൻ കാരണമാകും. രാത്രിയിൽ ഉറക്കത്തിലിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്ന ആളുകളുണ്ട്, പിച്ചും പെയ്യും പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതൊരു ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതിയിട്ട് 313 പ്രാവശ്യം അത് ഊതിയിട്ട് കഴുത്തിൽ കെട്ടുകയും കിടക്കാൻ സമയത്ത് 100 പ്രാവശ്യം അത് നെഞ്ചിലൂതിയിട്ട് കിടക്കുകയും ചെയ്താൽ പ്രത്യേകമായിട്ട് ആ ഒരു പ്രയാസത്തിൽ നിന്ന് അവന് സലാമത്ത് ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരൂല, അത്രമേൽ പറയാനുണ്ട്. സുബഹ് നിസ്കാരത്തിന് ശേഷം 20 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അന്നേ ദിവസം അത് ഓതുന്ന ആളിന് ഒരാഫത്തും ഒരു മുസീബത്തും ഒരു അപകടവും സംഭവിക്കില്ല. നമുക്ക് ചെയ്തു നോക്കാമല്ലോ ഇതല്ലേ. 100 പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ 50 കൊല്ലത്തെ പാപങ്ങളിൽ നിന്ന് അവന് വലിയ മോചനം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. 100 പ്രാവശ്യം പതിവാക്കി കഴിഞ്ഞാലുള്ള നേട്ടം. ഒരാൾ 1000 പ്രാവശ്യം ഓതിയാൽ, അത് ഓതിയാൽ അയാൾ തന്നെ അള്ളാഹുവിൽ നിന്ന് അയാൾ തന്നെ വിലക്ക് വാങ്ങിയവനായിരിക്കും. ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസും 10 പ്രാവശ്യം വീതം മുടങ്ങാതെ എല്ലാ ദിവസവും ഓതിയാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയ താബിഉകൾക്കൊപ്പം ആയിരിക്കും അവരുടെ സ്ഥാനം. പിശാചുക്കളിൽ നിന്ന്, ശൈത്വാനുകളിൽ നിന്ന്, വലിയ സിഹറിൽ നിന്ന്, ഐനിൽ നിന്നൊക്കെ വലിയ കാവൽ ലഭിക്കാൻ കാരണമാകും. എന്താ ചെയ്യേണ്ടത്? ആയത്തുൽ കുർസിയും സൂറത്തുൽ ഇഖ്ലാസും 10 പ്രാവശ്യം വീതം ഓതുക എന്നുള്ളതാണ്.
അള്ളാഹു ഈ അമലുകളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഈ പറഞ്ഞതും കേട്ടതൊക്കെ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു. എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് വരാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ്. ആ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ഈ നമ്പർ, ഈ കാണുന്ന ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാൽ മതി. എന്നിട്ട് തിരിച്ചങ്ങോട്ട് വിളിക്കും ഡീറ്റെയിൽസ് ചോദിക്കാനും ഇൻ്റർവ്യൂവിന് വേണ്ടി കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മുടെ മക്കളെയൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവർ നാളെ നമുക്ക് ഉപകരിക്കുന്ന മക്കളായിട്ടാണ് വരേണ്ടത്. അങ്ങനെ ഉപകരിക്കുന്ന മക്കളായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ധാർമ്മിക ബോധം കൊടുക്കണം. നിസ്കരിക്കുന്ന മക്കളായിരിക്കണം, ഹദ്ദാദ് ഓതുന്ന മക്കളായിരിക്കണം, നല്ല ദീനി ചിട്ടയിൽ വളരുന്ന മക്കളായിരിക്കണം. അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. പലപ്പോഴും മക്കൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും അവരുടെ ഫ്രണ്ട്ഷിപ്പും ഒക്കെയാണ് പലപ്പോഴും അവരെ നാശത്തിലേക്കും ചീത്ത സ്വഭാവത്തിലേക്കൊക്കെ നയിക്കുന്നത്. ആ ഒരു രൂപത്തിൽ നിന്ന് മാറിയിട്ട് പള്ളിയിൽ താമസിച്ച് പള്ളിയിലുള്ള ചിട്ടയിലും കാര്യങ്ങളിലൊക്കെ അവിടെയുള്ള സ്വാലിഹീങ്ങളോടൊപ്പമൊക്കെ സഹകരിച്ച് സഹവസിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഘട്ടം ഘട്ടമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ അവർ ദർസിൽ പഠിച്ചു എന്നുള്ളതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നില്ല. അവർ ഏതറ്റം അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും കപ്പാസിറ്റിയും ഉണ്ടോ അതിനനുസരിച്ച് അവർക്ക് പഠിക്കാനും പറ്റും. നമ്മളൊക്കെ അത്രയും പഠിച്ചവരുമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്തൊന്നും ഒരു തടസ്സമല്ല. അതുകൊണ്ട് മക്കളെ ദർസിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇൻഷാ അല്ലാഹ് വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് ഈ വിനീതനെ ഏൽപ്പിക്കാവുന്നതാണ്. നിങ്ങൾ എത്ര ദൂരമുള്ളവരായാലും പ്രശ്നമില്ല. നമ്മളതിനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. നാളെ നമ്മളൊക്കെ മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ ഖബറും പുറത്ത് വന്ന് അസ്സലാമു അലൈക യാ അബീ വ ഉമ്മി എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് ദുആ ചെയ്യുന്ന ആ രൂപത്തിലേക്ക് വളരുന്ന നല്ല മക്കളായി അല്ലാഹു നമ്മുടെ മക്കളെ വളർത്തട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.